പുണ്യമാസമായ റംസാൻ ജസീറയ്ക്ക് പരീക്ഷണത്തിന്റെ നാളുകളാണ്. മണൽ മാഫിയ കൈയടക്കിയ സ്വന്തം നാടും കടലോരവും സംരക്ഷിക്കാനാണ് ഈ ത്യാഗം. 3 കുഞ്ഞുങ്ങൾക്കുമൊപ്പം കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിലെത്തുമ്പോൾ രാത്രി 7 മണിയായിരുന്നു. പ്രാർത്ഥനയോടെ തുടങ്ങി. ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും മണലെടുപ്പ് നിർത്തുമെന്ന് ഉറപ്പു നൽകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് ജസീറ പറഞ്ഞു. മഴയും ഇരുട്ടുമൊന്നും തനിക്ക് പ്രശ്നമല്ലെന്നും അവർ തെളിയിച്ചു. ശക്തമായിട്ട് ഉറപ്പിട്ടു. ഒന്നിക്ക് പാറാവിനെ ഏർപ്പെടുത്തണം, അതല്ലെങ്കിൽ അതിനും തീരദേശ ഇതിനെ ആരെങ്കിലും ഏൽപ്പിക്കുകയോ അങ്ങനെ ഒരു തരി പോലും വിട്ടുകൊടുക്കില്ലാതെ എനിക്ക് ഉറപ്പിട്ടേ ഞാൻ പോകുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആയി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇത് മരണത്തിന് വരെ ഇതിനകത്ത് പിന്മാറൂല, ഉറപ്പായിട്ടും. പഴയങ്ങാടി നീരൊഴുക്കും ചാലിലെ അനധികൃത മണലെടുപ്പിനെതിരെ ജസീറ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ദിവസം 100 കണക്കിന് ചാക്ക് മണലുകളാണ് തലച്ചുമടായി ഇവിടെ നിന്നും കടത്തുന്നത്. ഇതിനിടെ പലരെയും നേരിടേണ്ടി വന്നു. ഭീഷണിയും മർദ്ദനവും വരെ അതിജീവിച്ചു. കഴിഞ്ഞ മാസം പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരാഴ്ചയോളം കുഞ്ഞുങ്ങളുമായി ഇതുപോലെ കുത്തിയിരിപ്പ് നടത്തി. തഹസിൽദാർ ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കി. പക്ഷേ പാലിച്ചില്ല. അതാണ് സമരം കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാറ്റാൻ കാരണം. ഇതിനിടെ പിന്തുണയുമായി ചില പരിസ്ഥിതി പ്രവർത്തകരും എത്തി. ജസീറയുടെ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടെ എടുത്ത് പരിഹരിക്കുമെന്ന് ജില്ലാ കലക്ടർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.